നമസ്കാരം, മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമേഡ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചി നസ്രത്ത് ജനതാ റോഡിലാണ്. ജനതാ റോഡിലുള്ള ജന്നറ്റ് ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ വന്നേക്കുന്നത്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാനറ്റ് ചേച്ചീനെ ഞാൻ തപ്പി ഈ നാട് മൊത്തം നടന്നിട്ട് ഇങ്ങനെ ഒരു വീട് ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാവർക്കും ജെന്നി എന്ന് പറഞ്ഞാലാണ് പരിചയം. അപ്പോൾ ജെന്നി ചേച്ചി, വെൽക്കം ടു ദി ഷോ. ചേച്ചിയെ തപ്പി എന്തോരം നടന്നെന്നറിയോ? വീട് കണ്ടുപിടിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ജാനറ്റ് എന്നുള്ള പേര് അധികം ഫേമസ് അല്ല ഇവിടെ. ജെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജെനി ആ ചിരിച്ചിട്ട് നല്ല ചിരിച്ചുള്ള ചേച്ചിയല്ലേ എന്ന് ചോദിക്കും. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? എവിടെ ഇവിടെ തന്നെയാണോ ചേച്ചിയുടെ സ്വദേശം? ഫോട്ടോ വെച്ചാണ്. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. മുന്നേ എപ്പോഴെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, വർക്ക് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് വർക്ക് ചെയ്യാൻ ഒരു താല്പര്യം തോന്നിയിട്ടില്ല? കല്യാണം കഴിച്ച ഉടനെ കൊണ്ടുപോയി, പുറത്ത് കൊണ്ടുപോയി. ഇസ്രായേലായിരുന്നു ഞങ്ങള്. ഓക്കെ, ഇതെന്റെ ഹസ്ബൻഡ്. നമസ്കാരം ചേട്ടാ. ഇസ്രായേലിലായിരുന്നു ഒരുപാട് നാള്. അപ്പൊ അവിടെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇല്ല, ചെന്നൂരിപ്പോ തന്നെ ഡെലിവറി കഴിഞ്ഞു. പിന്നെ 3 പിള്ളേരും അവിടെ ജനിച്ചത്. പിന്നെ പിള്ളേരെ നോക്കൽ തന്നെ ജോലി. ശരി. എപ്പോഴെങ്കിലും ലൈഫിൽ വർക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. അതൊരു വളരെ റയർ ആയിട്ടുള്ള ഒരു കേസാണ്. സാധാരണ എല്ലാവരും എനിക്ക് വർക്ക് ചെയ്യണം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ മക്കളൊക്കെ വർക്ക് ചെയ്യാൻ, സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷെ പണ്ടൊക്കെ പിള്ളേരെ പഠിപ്പിക്കലും അതുങ്ങളുടെ കാര്യങ്ങളും നോക്കലൊക്കെ ആയിരുന്നു. അതാണ് മെയിൻ ജോലി, മെയിൻ വർക്ക് അതായിരുന്നു. ഓക്കെ, ചേട്ടനിലേക്ക് വരാം. ചേട്ടന്റെ പേര്? ഞാൻ ജോസഫ് ആന്റണി. ജോസഫ് ആന്റണി. ഓക്കെ, ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലായിരുന്നു. ഞങ്ങളവിടെ ഒരു 13 വർഷം. എന്ത് ഫീൽഡിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്? ഞാൻ വെൽഡിങ് ആണ്. അപ്പോൾ അവിടെ ഇസ്രായേലി ഡിഫൻസിന്റെ പ്രൊജക്റ്റിലേക്കായിരുന്നു, ആ കമ്പനിയിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ നീണ്ട 13 വർഷം അവിടെ വർക്ക് ചെയ്തു. ഞങ്ങൾക്ക് 3 കുട്ടികൾ അവിടെ ജനിച്ചത്, 3 പെൺകുട്ടികൾ. എന്തൊക്കെയാണ് അവരുടെ പേര്? മൂത്താള് പാമല, മിറാൻഡ, മെലിസ. വെറൈറ്റി പേരാണ്, എല്ലാം ഇംഗ്ലീഷ് നെയിമാണ്. അപ്പൊ ഇയാള് പ്രഗ്നന്റ് ആയിരുന്നപ്പോ തന്നെ ഈ കുട്ടികളുടെ പേര് ഇത് ചെയ്യണമല്ലോ. അപ്പൊ ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോ അതിന്റെ ടൈറ്റിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ പാമല ഇന്ത്യൻ അറിയാലോ, ഹോളിവുഡ് സ്റ്റാർസ്. അതേപോലെ തന്നെ നെക്സ്റ്റ് മിറാൻഡ, ട്വിൻസ് ആണ്. അങ്ങനെ ആ 3 നെയിം സെലക്ട് ചെയ്ത അവിടെ. അല്ല, നമ്മുടെ നാട്ടിലെ അങ്ങനത്തെ പേരുകൾ ജാനറ്റ് എന്നുള്ള പേരും ജെനി എന്നുള്ള പേരൊക്കെ ഒരുപാട് പേർക്ക്. മിറാൻഡൊക്കെ കുറവാന്ന് തോന്നുന്നു. ജോസഫ് പിന്നെ തീരെ ഇല്ല. ഇപ്പൊ ഞങ്ങളിവിടെ ഒരു ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അവര് വീക്കിലി അവിടെ പ്രോഗ്രാംസ് ഉണ്ട്, മീൻസ് സിംഗിങ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ജോസഫ് ആന്റണി ഒത്തിരി പേരുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം, നെക്സ്റ്റ് വീക്ക് എൻ്റെ പേര് ചേഞ്ച് ചെയ്യണം. എൻ്റെ ഫാമിലി നെയിം കുരിശിങ്കൽ. അപ്പോൾ കുരിശിങ്കൽ ജോസഫ് എന്നായിക്കോ. അപ്പൊ പിന്നെ അവിടെ സംശയം, കൺഫ്യൂഷൻ അല്ലേ. അപ്പൊ നല്ലൊരു പാട്ടുകാരനാണ് ചേട്ടൻ. നല്ല സ്ഥലത്താ ചേട്ടൻ വന്ന് പെട്ടേക്കണേ. ചേട്ടനെ പിഴിഞ്ഞെടുക്കുന്ന പാട്ട് പാടിപ്പിച്ച് അതിന്. അപ്പൊ ദാസേട്ടന്റെ മാഗ്ഡയുടെ പ്രോഗ്രാമിന് ദാസേട്ടന് കോറസ് പാടാൻ കേട്ടോ, പി ജയേന്ദ്രനെ കോറസ് പാടാൻ. പിന്നെ ഞാനൊരു ആൽബത്തിൽ പാടി, ഒരു ഗുരുവായൂരപ്പന്റെ ആൽബത്തിൽ. അങ്ങനെ ആ ടൈമില് ഹിറ്റ് പാട്ടൊക്കെ ലെജൻസിനൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടെ ഷോയിൽ പാടാൻ പറ്റി. അത് ദൂരദർശനിലൊരു 10 എപ്പിസോഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ചേച്ചി, നമുക്ക് ആ സർപ്രൈസ് അങ്ങ് പൊളിക്കല്ലേ? ചേട്ടൻ ഞങ്ങളിവിടെ വന്നത് ചേട്ടന് ചെറിയൊരു പണി തരാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ടാസ്ക്, കുട്ടി ടാസ്ക്. പക്ഷെ ചേട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞു 2 മണിക്ക് ചേട്ടൻ വരും, 2 മണിക്ക് ശേഷം വന്നാൽ മതി, എന്നാലേ ചേട്ടനെ കൊണ്ട് പണി എടുപ്പിക്കാൻ പറ്റുള്ളൂ എന്ന്. ചേച്ചി, 2 മണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി. എന്ത് പണിയാണ് നമുക്ക് കൊടുക്കാൻ? വലിയ പണിയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല, എങ്കിലും നമുക്ക് ചെറുതായിട്ടൊരു അത്യാവശ്യം അറിയാൻ പാടില്ല ചെയ്യണത്. അല്ലല്ല, എന്നോട് പറയാം എന്തെങ്കിലും സപ്പോർട്ട്. ഞാൻ അവിടെ അത് ചെയ്യുമ്പോ എന്നോട് പറയും, എനിക്ക് കിച്ചണില് ഒന്നെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്യാം. അതൊന്നും ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് 2ാമത് ചെയ്യണം. അല്ലല്ല, പുറകെ കിടക്കും. ദേ അവിടെ എന്താണ് നമ്മള് മാക്സിമം ചെയ്യും. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു തരും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ കാർ വാഷ് അങ്ങനെ അതൊക്കെ നമ്മ തന്നെ ചെയ്യണമല്ലോ. ചേച്ചി ആഗ്രഹിക്കുന്ന ഒരു സാധനം കിട്ടിയിട്ടില്ല. അത് എവിടെയാണ് ചേച്ചിക്ക് സഹായം വേണ്ടത്? ചേട്ടന്റെ കുക്കിംഗിൽ നേരത്തെ ഞാൻ അത് അറിഞ്ഞു. കുക്കിംഗിൽ ചേട്ടൻ തിരിഞ്ഞു നോക്കാറേ ഇല്ല എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? എന്ത് പണി കൊടുക്കുക ചേച്ചി? പറ. കുക്കിങ്ങുമായി ബന്ധപ്പെട്ട് വലുതായിട്ട് വേണ്ട, ചെറുതായിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കട്ടെ. എഗ് സാൻഡ്വിച്ച് അത് മതി, കുഴപ്പമില്ല. ഓക്കെ, സാൻഡ്വിച്ച്, ഒരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ് ചേട്ടൻ്റെ ടാസ്ക്.
എഗ് സാൻഡ്വിച്ച് വെച്ചാൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എഗ് ചീസ് വെച്ചിട്ട് ചെയ്യണത്. അപ്പൊ അറിയാം. അപ്പൊ അല്ല അത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോണം. ഇനി ഒരു അവസരം കിട്ടില്ല. എങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റി ആയിട്ടുള്ള എഗ് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോട്ടെ. അത് അങ്ങനെയല്ലേ, ഇത് എഗ് ആക്കിയിട്ട് 2 പീസ് ബ്രെഡ് അതിൽ വെച്ച് പിന്നെ അതിൻ്റെ പുറത്ത് ചീസ് വെച്ചിട്ട് ഒന്നുകൂടി മറിച്ചിട്ട് ഇതായി കഴിയുമ്പോൾ രണ്ടും കൂടി വെച്ച് ആ എഗ് ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കും അല്ലേ? ഇതൊക്കെ കണ്ടാ മതി. പറയണതൊക്കെ ഓക്കെ, ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ആയിട്ട് കണ്ടാ മതി. ഓക്കെ, ശരി. കിച്ചണിലേക്ക് ഞങ്ങൾ കടക്കുന്നതിന് മുമ്പ് ഇവിടെ ചെറിയൊരു ടാസ്ക് എനിക്ക് ബാക്കിയുണ്ട്. ചേട്ടാ, ദാസേട്ടന്റെ കൂടെയും ജയചന്ദ്രൻ സാറിന്റെ കൂടെയൊക്കെ പാടിയിട്ടുള്ള ഒരാളാണ് ചേട്ടൻ. അപ്പൊ എന്തായാലും ചേട്ടന്റെ ആ ഒരു പാട്ട് കേൾക്കാൻ പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. ഓക്കെ. പ്ലാവില പൊൻതളികയിൽ പാൽപ്പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂപ്പൈതലായി കൊതിത്തുള്ളി നിൽപ്പുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ വീളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. സൂപ്പർ, അടിപൊളി ചേട്ടാ, നന്നായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. ചേച്ചിയുടെ ഭാഗ്യമാണ്. എന്നും വൈകിട്ട് ഇതേപോലെ പാടി തരാറുണ്ടോ? അങ്ങനെ പാടിത്തരില്ല, ആവശ്യപ്പെടാറുണ്ടോ? പാട്ട് പാടി ഉറക്കാൻ ആവശ്യപ്പെടാറുണ്ട്. നല്ലൊരു കാര്യം തന്നെ. സോ ചേച്ചി സൂപ്പർ, ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. എന്തായാലും ചേച്ചി ഹാപ്പിയാണ്. ചേച്ചിയെ ഒന്നും കൂടെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ബ്രെഡ് ഓംലെറ്റ് ആയിട്ട് വരാൻ കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ കിച്ചൺ ഏത് ഭാഗത്താ? അങ്ങോട്ടേക്ക്. ചേട്ടാ നമുക്ക് വിട്ടാലോ? സോ ചേട്ടാ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എന്താണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാലോ? അറിയാം. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഏറ്റെടുത്ത് വന്നേക്കുന്നത് എനിക്കറിയാം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു അജണ്ട എങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത്? ഞാനിപ്പോ ഒരു എഗ് ചീസ് സാൻഡ്വിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് എടുക്കാനുണ്ട്. ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതാക്കിയിട്ട് കുക്കിങ്ങിന് അപ്പുറത്തേക്ക് പോകും. ഈ കിച്ചൺ ഞങ്ങൾക്ക് ഇവിടെ ഇടയ്ക്കൊരു ഡിവൈഡർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് തന്നെ ഫോളോ ചെയ്യാം. ഇവിടെ നിന്നൊരു ഒണിയൻ എടുക്കാനുണ്ട്. ഫ്രിഡ്ജിൽ ബട്ടറും ചീസും ഉണ്ട്, അതും കൂടി എടുത്ത് ഇവിടെ വെക്കണം. ബ്രെഡ് ഉണ്ട്. എന്നിട്ട് ഇതെടുത്തിട്ട് മാത്രം നമ്മൾ അങ്ങോട്ട് പോകാം. വിത്ത് മുട്ട ഇവിടെ ഇത് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാത്രം അങ്ങോട്ട് പോകാം. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ചേട്ടൻ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ മുട്ട, ബട്ടർ, ചീസ്, ഓണിയൻ, ഈ 4 സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ ഒരു സോൾട്ടിന്റെ ഇതുണ്ടാവും, പെപ്പർ, അത് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. നമ്മളിപ്പോ ചെയ്യണതിന് ഇത് ഹാഫ് അനിയും മതിയാവും. അതെ, മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കണമെങ്കിൽ എല്ലാവർക്കും വേണ്ട. ചേട്ടന് തടി കേടാവാതെ രക്ഷപ്പെട്ടാൽ മതി ചേച്ചിയുടെ അടുത്തുനിന്ന്. അത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ ഈ ക്വാണ്ടിറ്റിക്ക് ഹാഫ് അനിയൻ മതി. ഓക്കെ. എണ്ണയൊക്കെ എവിടെ ഇരിക്കണെന്ന് അറിയോ? അതൊക്കെ അറിയാം. എണ്ണല്ല, ബട്ടറാണ്. ഓ, ബട്ടറാണ് ഉണ്ടാക്കാൻ പോണേ. ചേട്ടൻ ഫോർക്ക് എടുക്കാൻ വേണ്ടി പോയേക്കാണ് ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട്.
അപ്പോ നമ്മുടെ സെറ്റ് ആയില്ലേ? ഇനി എന്തെങ്കിലും മുളകൊന്നും ആഡ് ചെയ്യാനില്ലല്ലോ, നേരെ നമ്മൾ പെപ്പറും അവിടെ. ചേട്ടൻ ഒരു കൈ ബിസി ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സഹായിക്കാം, ഞാനും വരാം അങ്ങോട്ട്. എന്താ എടുക്കേണ്ടത്? ഈ ബ്രെഡ്, ബ്രെഡ്, ബട്ടർ ആൻഡ് ചീസ്. ചേട്ടാ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. നമുക്ക് ഏത് സ്റ്റവ് ആണ് യൂസ് ചെയ്യേണ്ടത്? ഇപ്പുറത്താണ് യൂസ് ചെയ്യാൻ പോണത്. എന്റെ കയ്യിൽ നിന്നെല്ലാം ഞാൻ കൊടുത്ത് ഒഴിവാക്കി. ഓക്കെ, ഞാനെല്ലാം ഇങ്ങോട്ട് വാങ്ങിച്ചത്. തന്നെ ബട്ടറാണ്. നമ്മള് എന്താ എടുക്കുന്നത്? പെപ്പർ, അല്പം സോൾട്ട് ഇടുന്നുണ്ട്. സോൾട്ടിന്റെ അളവൊക്കെ കറക്റ്റ് ആവണേ. നമ്മള് വെല്ലുവിളിച്ച് വന്നേക്കുന്നതാണ്, മറക്കരുത്. വെറുതെ നിക്കല്ലേ, ഇതൊന്ന് അഴിക്ക്. എത്ര എണ്ണം വേണം? 2 എണ്ണം. 2 എണ്ണം. വാലറ്റം വേണോ? ഇല്ല, 2 സ്ലൈസ് മാത്രം. അപ്പം ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ 2 ബ്രെഡ് ഇട്ടു. ഞാൻ ആലോചിക്കുക, ചീസ് ഇപ്പൊ വെച്ചിട്ട് എന്താ ചെയ്യാൻ പോണേ? എന്തായാലും കാത്തിരുന്ന് കാണാം. ചീസ് ഇപ്പൊ വെക്കാൻ പറ്റില്ല, മെൽറ്റ് ആയി പോകും. ഞാൻ സാധാരണ ചീസ് അതിന്റെ മുകളിൽ വെച്ച് അതിങ്ങനെ മെൽറ്റ് ആക്കൂലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാറ്. പൊള്ളല്ലേ ചേട്ടാ? ചേച്ചി എന്നെ ഏൽപ്പിച്ച് വിട്ടേക്കാണ്. കൈ പൊള്ളുവോ? പൊള്ളിയാ? ഇങ്ങനെ ആകണമുണ്ട്. ഇത് മെൽറ്റ് ആക്കുന്നില്ല ചേട്ടാ? അങ്ങനെ ഇല്ല അല്ലേ? മെൽറ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലായിട്ട്. എത്ര ശതമാനം ശരിയായി ഇപ്പോ? ഒരു 80% കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് ബാലൻസ് ഉള്ളത്? ഇനി ബാലൻസ് ഉള്ള ഇത്തിരി സോസ്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സോസ് ഏതാ? അത് ഒഴിച്ച് ഇതാണ്. അതാണ് ചേച്ചി ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് കൊടുത്ത് മയക്കാനുള്ള പരിപാടിയാണ്. ഇത് പാളിക്കഴിഞ്ഞാൽ സോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഫൈനലി യെസ്, ചേച്ചി പ്രത്യേകം ആവശ്യപ്പെട്ട നമ്മുടെ ബട്ടറും ചീസും ഒക്കെ വെച്ചിട്ടുള്ള ചീസ് ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചേച്ചിന് സൂപ്പിടാൻ വേണ്ടിയിട്ട് കുറെ സോസ് ഒക്കെ വാരി ഇതറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാണാം. ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. ചേച്ചിനെ അങ്ങോട്ടേക്ക് വിളിക്കാല്ലേ നമുക്ക്? ഓക്കെ, ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല ചൂടോട് കൂടി ബ്രെഡ് ഓംലെറ്റ് ചേച്ചിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ല ഇല്ല. ഓക്കെ ശരി, അപ്പൊ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ ചേച്ചി. മനസ്സിലാക്കാൻ പറ്റില്ല മുഖത്തുനിന്ന് എന്താണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്സ്, എന്തൊക്കെയാണ് നെഗറ്റീവ്സ്, എന്തൊക്കെയാണ്? സോസ് ഞാൻ ഉള്ളിലാണ് വെക്കേണ്ടത് ശരിക്കും. ഇത് അതിന്റെ പുറത്താണ് ഇട്ടേക്കണത്. ഇത് ബ്രെഡിന്റെ ഓംലെറ്റ് ഇത് ഉള്ളിൽ വരണം, മടക്കി ഇങ്ങനെ ഉള്ളിലാക്കിയിട്ട് ശരിക്കും ബ്രെഡ് പോലെ തന്നെ ഇരിക്കും. ഇതിപ്പോ ബ്രെഡാണ് പുറത്ത് വരേണ്ടിരുന്നത്. അല്ല, കണ്ടാ ശരിക്കും ഷേപ്പിൽ തന്നെ. ബാക്കിയൊക്കെ ടേസ്റ്റ് ഒക്കെ ഓക്കെയാണ്. ഉപ്പ് പുളി എല്ലാം ഓക്കെയാണ്. ഏകദേശം എത്ര മാർക്ക് കൊടുക്കാം നമുക്ക് 10-ൽ?
80 മാർക്ക് കൊടുത്തേ. 10ല് 8 കൊടുക്കാം. ഓക്കെ, 10ല് 8 മാർക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും വൈഫിന്റെ ആ ഒരു സന്തോഷം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു എന്താ പറയാ, എന്തായാലും പറയാ, ആ സാധനം പിടിച്ചു വെച്ചിരിക്കും. ഞാൻ ടേസ്റ്റ് ചെയ്തോക്കാം. എന്റെ കൂടെ ചേച്ചി പറഞ്ഞ സത്യമാണല്ലോ. സത്യമാണ്. അടിപൊളി. ചീസ് ഒരു പ്രത്യേക തരം വേവ്. ഞാൻ ഇതുവരെ കാണത്തൊരു വേവാണ്, പക്ഷെ നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കഴിച്ചു, ചേച്ചിയും കഴിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ മാർക്ക് ഇട്ടു. ഇനി ചേട്ടൻ തന്നെ കഴിച്ചിട്ട് ചേട്ടന് മാർക്ക്. എന്നാ ഞാൻ കുറച്ച്, ഞാൻ 6 ഞാൻ മിണ്ടാണ്ടിരുന്ന ഞാൻ മാർക്കിട്ടില്ല. 6 ഞാൻ തന്നിട്ടുള്ളൂ. അപ്പൊ ടോട്ടൽ നോക്കുമ്പോ എത്ര? ഓക്കെ, എന്തായാലും ചേട്ടൻ ഹാപ്പി അല്ലേ? ഇനി തൊട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടൻ ഉണ്ടാക്കുമല്ലോ. എന്റെ ജനിച്ചേച്ചിനെ ഇനി ശല്യപ്പെടുത്തോ ഇല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരാൻ വേണ്ടിട്ട്? ഓക്കെ, ശരി. നമ്മുടെ ടാസ്ക് അതിഗംഭീരമായിട്ട് ജോസഫേട്ടൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അറിയാലോ, പ്രേക്ഷകർക്ക് അറിയാം, ചേച്ചിക്ക് അറിയാലോ, അടുത്തത് എന്താണ്? അടുത്ത കോമ്പറ്റീഷൻ ഒറ്റയ്ക്കുള്ള പോരാട്ടം, ചേച്ചിയുടെ പോരാട്ടം നമുക്ക് കാണാം. ആ പോരാട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്താ സമ്മാനം? നമ്മുടെ ബമ്പർ ഗിഫ്റ്റ്, ഫുഡ്. യെസ്, നമ്മൾ എല്ലാവരും കൂടെ പോയിട്ട് റെസ്റ്റോറന്റ് പോയിട്ട് നല്ല അടിപൊളി ഡിന്നർ കഴിക്കുന്നു. ഓക്കെ, ചേച്ചി നമ്മുടെ ഗെയിം സെഗ്മെന്റിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഫുൾ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ചേച്ചി റെഡിയാണോ? എന്താണ്, കുറെ ജെംസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. സിമ്പിൾ ആണെന്ന് കരുതുന്നുണ്ടോ ഗെയിം? ഒട്ടും പ്രതീക്ഷയില്ല. ശരി, അപ്പൊ ഞാൻ എന്തായാലും ഗെയിമിന്റെ ഒരു ഉള്ളടക്കം എങ്ങനെയാന്ന് പറഞ്ഞത് ഏതാണ്ട് രൂപം ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മളൊരു സ്ട്രോ എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇത് വായിൽ വെച്ച് ഇവിടെയുള്ള ഒരു ജെംസ് ഇവിടെ സക്ക് ചെയ്ത് പിടിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് എയർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സക്ക് ചെയ്ത് വെച്ച് ഇങ്ങനെ പോയി 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 ഇവിടെ 3 സ്ട്രോ വെച്ചേക്കണ കണ്ട, അതിന്റെ മുകളിൽ ഇവിടെ ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഒട്ടിപ്പിടിച്ചത് അതേപോലെ കൊണ്ടുപോയി പതുക്കെ ഇവിടെ വെച്ചാൽ മതി. 1 മിനിറ്റിനകത്ത് ഇങ്ങനെ 3 ജംസ് എടുത്ത് അവിടെ എങ്ങനെ വെക്കണം. സിമ്പിൾ ടാസ്ക് അല്ലേ? സിമ്പിൾ അല്ല, അവിടെ ഇരിക്കില്ല. അതല്ലേ, അതൊക്കെ ഇരിക്കും. പിന്നെ ഇതൊക്കെ ഇതിലും വലുത് ചേച്ചി ചെയ്തിട്ടുണ്ട്. അടുക്കളയിൽ ഓരോന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൊണ്ടുപോയേക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഗെയിം. ഈ ഗെയിമിനുള്ള സമയം 1 മിനിറ്റ് ആണ്. 1 മിനിറ്റിനകത്ത് ഈ 3 ജംസും അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ നേരെ പോണേ? എവിടെയാ? ജയിച്ചിട്ട് പോയ കാര്യം, പക്ഷെ ഒരു കോൺഫിഡൻസ് ഇല്ലല്ലേ ചേച്ചി? ഇങ്ങനെ പറയുന്നവരൊക്കെ വിജയിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. ഓക്കെ, ഞാനെന്താ അങ്ങോട്ട്. ഓക്കെ ചേച്ചി ഇവിടെ നിന്നോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്, 10 സെക്കൻഡിൽ ഒന്നാമത്തെ ജെംസ് വെച്ചിരിക്കുന്നു. ചേച്ചി 30 സെക്കൻഡ് കഴിഞ്ഞു. ഇനി 30 സെക്കൻഡ് കൂടെ ഉള്ളൂ. നമുക്ക് 2 ജംസ് വെക്കാനുണ്ട്. 40 സെക്കൻഡായി. സാവധാനം മതി, ഒരെണ്ണം കൂടെ ഉള്ളൂ. സൂപ്പർ! 49 സെക്കൻഡില് 3 ജംസും വെച്ച് ചേച്ചി വിജയിച്ചു. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പറയുന്നവരൊക്കെ ജയിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളൂ. സോ സൂപ്പർ ചേച്ചി, ഭയങ്കര ടൈമിംഗ് ആയിരുന്നു, ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു. ഞാൻ നോക്കി ഓരോന്ന് എടുത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കുന്നത്. അപ്പൊ നമുക്ക് പോകണ്ടേ ഇനി ഡിന്നർ കഴിക്കണ്ടേ? യെസ്, അപ്പൊ അതിനു മുമ്പ് വേറെയും ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ്സ് ഇവിടെ വന്നിരിക്കുകയാണ്. ചേട്ടനും എത്തിയിരിക്കുകയാണ്. ചേട്ടാ, ഗെയിം കണ്ടായിരുന്നോ? ടാസ്ക് എവിടെ ചെയ്തിട്ടിലും ഇയാള് എന്നെക്കാളും ഇയാള് എനിക്ക് ഉറപ്പുണ്ടായിരുന്നത്. ഇവിടുന്ന് എന്നോട് പറഞ്ഞത് ഇത് നടക്കൂല. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇങ്ങനെയുള്ളവരൊക്കെ വിജയിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ ഗിഫ്റ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബമ്പർ ഗിഫ്റ്റ് ആയ ട്രീറ്റ് ചേട്ടനും ചേച്ചിയും സ്വന്തമാക്കിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വളരെ റെയർ ആയിട്ട് ഫൺ ഫാമിലിക്കാണ് ഈ ഒരു ട്രീറ്റ് കിട്ടാറുള്ളൂ. അതിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയതിൽ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതിനു മുമ്പ് കുറെ ഗിഫ്റ്റ്സ് തരാനുണ്ട്. ആദ്യം തന്നെ മൈ ചോയ്സിന്റെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റോട് കൂടി ഞങ്ങൾ തുടങ്ങുന്നു. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്. റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റി സ്പൈസ് പുഡിംഗ് കേക്ക് നൽകുന്ന നല്ലൊരു സമ്മാനം. അടുത്തതായി രുചിയുടെ കല രസായിക നൽകുന്ന നല്ലൊരു സമ്മാനം. രസായിക വാക്യൂം ഫ്രൈഡ് ഹെൽത്തി സ്നാക്സ്. ഓക്കെ, ഹാപ്പി ആയില്ലേ? അപ്പൊ നമുക്ക് ഇനിയും സന്തോഷിക്കണ്ടേ?
വയറൊക്കെ നിറയ്ക്കണ്ടേ? പോവാ നമുക്ക്. ഓക്കെ, സോ നമുക്ക് വേഗം തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ട്രീറ്റ് സ്വന്തമാക്കിയിട്ടുള്ള ജോസഫ് ഏട്ടനും ജെനി ചേച്ചിയില്ലേ, അവരെയും കൊണ്ട് ഡിന്നറിന് വേണ്ടി നമ്മൾ വന്നേക്കുന്നത് തോപ്പുംപടിയിലുള്ള റാസ് റെസിഡൻസിയിലാണ്. ഇവിടുത്തെ സീ വ്യൂ റെസ്റ്റോറൻറ്റ് നല്ല ഭംഗിയാണ് കാണാൻ. അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് അവിടെ എൻട്രൻസിൽ വെയിറ്റ് ചെയ്യാം. വരും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. നല്ലൊരു പണിയും കൊടുക്കാം, ഒപ്പം ഇതുപോലെ നല്ലൊരു അടിപൊളി ട്രീറ്റും കൊടുക്കാം. സോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ബൈ.